ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഈവനിങ് സ്നാക്കാണ്. നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് ഒരു സ്നാക്ക്. ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ബനാന ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണിത്. നേന്ത്രപ്പഴമാണിത്. അപ്പോൾ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ നേന്ത്രപ്പഴം നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഹെൽത്തി ആയ ഫ്രൂട്ടാണല്ലോ നേന്ത്രപ്പഴം. അപ്പോൾ കുട്ടികൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്. അപ്പോൾ ഇതിവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബനാന തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരവി എടുത്തത് ഞാൻ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ തേങ്ങ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലവണ്ണം സോഫ്റ്റായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാ പൗഡറും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും ഏലക്കാപ്പൊടി ചേർത്താൽ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഫില്ലിങ്സ് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ 2 നേന്ത്രപ്പഴമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന അളവിൽ വേണ്ടത്. പക്ഷെ ഞാൻ 3 നേന്ത്രപ്പഴം ഇവിടെ എടുത്തത്. എൻ്റെ മോന് ഈ ഫില്ലിങ്സ് മാത്രമാണ് കഴിക്കുക. മൈദ വെച്ചൊരു ദോശ ഉണ്ടാക്കുന്നുണ്ട്, അത് അവന് കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന അളവിൽ 4 ദോശയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇത് തണുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ദോശക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദയാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണിത്, അല്ലാതെ ചൂടുവെള്ളമൊന്നും അല്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. അല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അത് ഈ ഞാൻ പറഞ്ഞ അളവിലെടുത്താൽ ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ദോശ ചുടാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവി എടുത്ത് പാനിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഈ ദോശ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ദോശ ഇവിടെ കുക്കായിട്ടുണ്ടാവും. പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. 4 ദോശ ചുടാനുള്ള മാവുണ്ടാവും നമുക്ക്. പതുക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ ദോശയിൽ എങ്ങനെയാണ് ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ദോശ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ 2-3 ടേബിൾ സ്പൂൺ ഫില്ലിങ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഇനി ഈ വശം കൊണ്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഇത് ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. ഓയിലി ഫുഡൊന്നും പറ്റാത്തവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഹെൽത്തി റെസിപ്പിയാണ്. നല്ലൊരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഇനി വേറൊരു ടൈപ്പിലും കൂടി ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് ചുരുട്ടി കൊടുക്കുക. ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ റോൾ ചെയ്തെടുത്താലും മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കത്തി വെച്ച് മുറിച്ച് കാണിച്ചു തരാം.
അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റും. നല്ല ടേസ്റ്റി ആയൊരു ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ അത് കട്ട് ചെയ്യേണ്ടത്, റോൾ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. എന്താണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ള ദോശകളും ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇവിടെ 4 ദോശയും ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.